രാവിലെ തന്നെ മഴ ഇവിടെ തുടങ്ങി. സ്കൂളിൽ പോയി 7:30 കയറി അപ്പം തുടങ്ങിയ മഴയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. എല്ലാ കൂട്ടരും സുഖമായി സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ രാവിലെ തന്നെ വന്ന് ഇഡ്ഡലിക്കൊക്കെ മാവ് ഒരു പ്രാവശ്യം അടുപ്പിലാക്കി, എന്നിട്ട് നമ്മുടെ ഉച്ചത്തേക്ക് വേണ്ട ഉള്ളിക്കറിക്കുള്ള സംഭവമൊക്കെ ഞാൻ തൊലിച്ചൊക്കെ വെച്ചു. അതായത് മുട്ടക്കറിയാണ് ഇന്ന് നമുക്ക്. അപ്പോൾ ഉള്ളിയും ഇപ്പോൾ ഇതൊക്കെ തൊലിച്ച് വെച്ചതിന് ശേഷം ഇഡ്ഡലി ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ ഇഡ്ഡലി ആയില്ല. അപ്പോൾ അതവിടെ ഇരുന്നൊന്നായിക്കോട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ചമ്മന്തിയാണ് ഇന്ന് നമുക്ക് ആവശ്യം, രാവിലെ കുട്ടികൾക്ക് ഇഡ്ഡലിയുടെ കൂടെ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ട ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ ഞാനൊന്ന് തിരികെ എടുത്ത്, അപ്പം തേങ്ങ തിരുവണ സമയത്ത് ഞാൻ ആലോചിക്കുന്നതാണ് റെഡ് ഉണ്ടാക്കണോ വൈറ്റ് ഉണ്ടാക്കണോ എന്ന്. ചമ്മന്തിയാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡിയായി. ഞാൻ എടുത്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഒരു തട്ട് ഇഡ്ഡലിയുടെ മാവും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് കോരി ഒഴിച്ച് അടച്ചങ്ങ് വെക്കും. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഒന്ന് റെഡി ആവട്ടെ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയുടെ പണിയൊക്കെ നമുക്ക് അവിടെ റെഡിയാവും. അപ്പോൾ ഞാൻ ആ മാവ് അരച്ച് വെച്ചിരുന്ന പാത്രം കൈയുടനെ തന്നെ ഞാൻ കഴുകി വെക്കും കേട്ടോ. കാരണം നമുക്ക് ഇനിയും അരി അരയ്ക്കാൻ ഉള്ളതാണ് ഇന്ന്, നാളത്തേക്ക് വേണ്ടി. അപ്പം കഴുകി കമത്തി വെച്ചിരുന്ന് കഴിഞ്ഞാൽ വെള്ളം തോന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മാവ് അതിനകത്താക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ ഞാൻ അരച്ചെടുത്ത്, വൈറ്റ് ചമ്മന്തിയാണ് അരച്ചെടുത്ത കേട്ടോ. അരച്ച് ഒക്കെ എടുത്ത് ഇനി ഇത്തിരി കടുക് വറുത്ത് ചമ്മന്തിയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതവിടെ അങ്ങ് അടച്ചങ്ങ് മാറ്റി വയ്ക്കും. ഇനി 9 മണിയാവണ സമയത്ത് നമ്മൾ PTCMോ പിയൂണോ ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് അവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുക. ആ സമയത്ത് അടുക്കളയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളൊക്കെ വന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന് തന്നെ ഒരു 3 ഇഡ്ഡലി എടുത്ത് രാവിലെ തന്നെ മഴയൊക്കെ ഇല്ലേ, അപ്പോൾ ഒന്ന് കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞ് ഞാനിരുന്ന് അവിടെ ഇരുന്ന് കാപ്പി കുടിച്ച്. ഇല്ലെങ്കിൽ സാധാരണ ഞാനൊരു 11 മണിയൊക്കെ ആവും കാപ്പി കുടിക്കാൻ വേണ്ടി. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് തീർന്നിട്ട് ഞാൻ അവിടെ ഇരുന്നപ്പം 1ാം ക്ലാസ്സിലൊരു കുഞ്ഞാണ് കേട്ടോ, അതിൻ്റെ കുപ്പി വെള്ളം കൊണ്ടുവന്ന് കുപ്പി ഒന്ന് തുറന്നു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് എന്നെ കാണാൻ എന്നും രാവിലെ ഇതുപോലെ വരും കേട്ടോ അടുക്കളയിൽ. അവിടെ വന്ന് നിന്ന് അപ്പം അവിടെ വേറെ മോൻ നിന്നിട്ട് പറഞ്ഞ് മോളുടെ തലയിൽ എന്തോ ഇരിക്കണം. നോക്കിയപ്പോൾ എന്ത് നമ്മുടെ ഇതുണ്ടല്ലേ നമ്മൾ ബുക്കിലൊക്കെ ഓടിക്കണം പ്ലാസ്റ്ററിൻ്റെ അത് ആ സംഭവം അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മാറ്റിക്കൊടുത്തതിന് ശേഷം വന്ന് നമ്മളുടെ ഉച്ചത്തേക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ അവിയൽ വയ്ക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. ആ സമയത്ത് നമ്മുടെ സാറ് അടിപൊളി മരിച്ചിനി കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ മരിച്ചിനിയൊക്കെ വൃത്തിയാക്കി നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഞാനൊന്ന് മാറ്റി ഇനി നമുക്ക് അരയ്ക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കണം. അങ്ങനെ അരി അരയ്ക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളുടെ ഗ്രൈൻഡറൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ കൊണ്ടുപോയി കഴുകും കേട്ടോ. എന്നും കഴുകണം, കഴുകിയില്ലെങ്കിലേ നമുക്ക് ഒരു തൃപ്തി വരില്ല മനസ്സിന്. അതുകൊണ്ട് എന്നും കഴുകി വൃത്തിയാക്കും. അരച്ച് കഴിയുമ്പോഴും നല്ല വൃത്തിയായി കഴുകി വയ്ക്കുന്ന സാധനമാണ് കേട്ടോ. എന്നിരുന്നാലും പോയി വീണ്ടും നന്നായിട്ട് 2-3 വട്ടം കഴുകി കൊണ്ടുവന്ന് വെച്ച് നമ്മുടെ കല്ലൊക്കെ അതിനകത്ത് ഇറക്കി വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് അരയ്ക്കാൻ വേണ്ടി ഉഴുന്നും പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ ഉഴുന്നും പച്ചരിയും കൂടെ ഇട്ട് കൊടുത്ത് അതിലാവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇനി അതവിടെ നമുക്ക് എപ്പോഴും പോയി നമുക്കതിന് കൂട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം കുറച്ച് സമയം കഴിയുമ്പോൾ വന്ന് നമ്മൾ നോക്കിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ അടച്ചല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാറ്റയോ പല്ലിയോ ഈച്ചയോ ഒന്നും നമ്മുടെ അതിനകത്ത് വീഴില്ല. അപ്പം നമ്മുടെ വെള്ളവും തിളച്ച് കഞ്ഞിക്കുള്ള. അപ്പോൾ ഞാൻ അരി കൊണ്ടുവന്ന് കുട്ടികളുടെ എണ്ണമൊക്കെ എടുത്ത് അരി കൊണ്ടുവന്ന് കഴുകി ചോറിനും കൂടെ ഇട്ട് കൊടുത്തിട്ട് പച്ചക്കറിയൊക്കെ അരിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ അരി കഴുകി കൊണ്ടുവന്ന് നമ്മുടെ ചൂടായ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് അരി കഴുകുമ്പോഴും ചൂടുവെള്ളം ഒഴിക്കും കേട്ടോ. നമ്മൾ റേഷൻ അരിയല്ലേ. അത് കഴിഞ്ഞ് ഞാൻ മരിച്ചിനെയൊക്കെ എടുത്ത് വെച്ച് നീളത്തിനാണ് അരിയണം കേട്ടോ. നീളത്തിന് അരിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇന്ന് ഉടച്ച് കറി പോലെ അല്ല വെക്കണം, നമ്മൾ തോരൻ പോലെയാണ് നമ്മുടെ മരിച്ചിനി ഇന്ന് വെക്കണത് കേട്ടോ. അപ്പോൾ എന്നും ഉടച്ചേറി കൊടുക്കുമ്പോഴും അത് ഒരു രസമല്ലല്ലേ ആ പരിപാടി. അപ്പോൾ ഇന്ന് നമുക്ക് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് നമ്മുടെ PTCM മുട്ടയൊക്കെ വാങ്ങിച്ചു കൊടുത്തന്ന്. അപ്പം ഞാൻ മുട്ടയൊക്കെ പാത്രത്തിനകത്താക്കി ഒന്ന് കഴുകുകയാണ് കേട്ടോ. കഴുകിയതിന് ശേഷമാണ് മുട്ട വയ്ക്കണത്. ഇല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് കോഴിയുടെ കാഷ്ടം അങ്ങനെ സംഭവങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോകണമെങ്കിൽ നമ്മൾ മുട്ടയൊക്കെ ആദ്യം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ പാത്രത്തിലാക്കി എന്നിട്ട് മുട്ട വേവിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് ആ സമയം കൊണ്ട് ആദ്യത്തെ
ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ഒരു 11 മണിക്കൊക്കെ ഒരു ചായ കുടിക്കണ ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ മോൻ ചായയൊക്കെ ഇട്ട് തന്ന് ഞാൻ ചായ കുടിച്ചതിന് ശേഷം നമ്മുടെ മുട്ടക്കറിക്ക് വേണ്ട ഉള്ളിയും ഒക്കെ അരിഞ്ഞ് തക്കാളി എല്ലാം എടുത്ത് നമ്മളുടെ മരിച്ചിനി ഒരു സൈഡ് വെന്ത് പറഞ്ഞുണ്ട്, മുട്ട ഏകദേശമായി, ചോറും റെഡിയായി ഉച്ചത്തേക്കുള്ള. നമ്മുടെ ഗ്രൈൻഡറിൽ അരിഞ്ഞാക്കി രണ്ടാമത്തെ സ്റ്റെപ്പാണ് അരി ഇട്ട് കൊടുത്തത്. ആദ്യത്തെ സ്റ്റെപ്പ് ഉഴുന്നും പച്ചരി അരച്ച് പാത്രത്തിലേക്ക് മാറ്റി. അതിനുശേഷം ഞാൻ നമ്മളുടെ മുട്ടക്കറിക്ക് ആവശ്യമായ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്ത് എന്നിട്ട് കുക്കറിനകത്തേക്ക് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇഞ്ചി ഇതൊക്കെ ചതച്ചില്ല അതൊക്കെ കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഉള്ളിക്കറിക്ക് അതായത് മുട്ടക്കറിക്ക് ആവശ്യമായ എണ്ണയൊക്കെ ചേർത്തിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് തിരുമ്മി കൊടുക്കും കേട്ടോ. തിരുമ്മുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ഇറങ്ങി ഒന്ന് മയപ്പെട്ട് വരും. അങ്ങനെ തിരികെ കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെക്കാമെന്ന് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് അടച്ച് വെച്ച് ആ സമയം നമ്മുടെ ചോറിൻ്റെ വെള്ളമൊക്കെ തോർന്ന് ആദ്യത്തിനെടുത്ത് ചോറൊക്കെ വെച്ച് തന്നു. പിന്നെ നമ്മുടെ പലവ്യഞ്ജന പോണുകളെല്ലാം മുടിഞ്ഞ് ഒതുക്കണം. ആ സമയത്ത് എണ്ണ തീർന്നിരുന്നില്ല. അപ്പോൾ എണ്ണ എടുത്ത് കുപ്പിയിലേക്ക് വീണ്ടും ഒഴിച്ച് നമ്മളിവിടെ വേറെ എണ്ണയൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. അത് നമ്മുടെ സാറിനുള്ള നിർബന്ധമാണ്. വെളിച്ചെണ്ണ മാത്രമേ നമുക്കിവിടെ വാങ്ങിച്ചു തരുള്ളൂ ഉപയോഗിക്കാൻ വേണ്ടി. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ആക്കിയപ്പോൾ ഉപ്പും തീർന്നിരുന്നു. പിന്നെ ഉപ്പൊക്കെ തട്ടിയിട്ടതിന് ശേഷം നോക്കിയപ്പോൾ നമ്മുടെ മരിച്ചിനി വെന്ത് കിട്ടി. അപ്പോൾ ഞാൻ മരിച്ചിനി ഒന്ന് പയ്യെ ഒന്ന് ഊറ്റി ചൂടല്ലേ, കൈയൊക്കെ പൊള്ളാതെ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഊറ്റി അവിടെ അടുപ്പിലൊന്ന് വെള്ളം തോരാൻ വെച്ച സമയം കൊണ്ട് മുട്ട ഒന്ന് തൊലിച്ചെടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ മുട്ടയൊക്കെ കുട്ടികൾക്ക് തൊലിച്ചാണ് കൊടുക്കുന്നത്. മുട്ട തൊലിക്കണ നേരം കൊണ്ട് ആദ്യത്തെ നമ്മളുടെ തോരത്തിന് വേണ്ട അരപ്പൊക്കെ അരച്ചുകൊണ്ട് വന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ മുട്ട തൊലിച്ചവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ മുട്ടത്തോടൊക്കെ നമ്മുടെ ചെടിയിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ ആദ്യത്തെ ചെടിയിൽ കൊണ്ടിടാൻ വേണ്ടി പോയി ഞാൻ കുറച്ച് അവിടെ നിന്ന് ഇച്ചിരി വെള്ളം കുടിച്ചു. കാരണം ഇന്ന് രാവിലെ മുതൽ നിൽക്കൊക്കെ തന്നെയായിരുന്നു കൂട്ടുകാരെ ജോലി. ആ സമയം നമ്മുടെ അരിയൊക്കെ അരച്ച് കിട്ടി. അപ്പോൾ ഞാൻ അരി ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. കാരണം നാളെ നമുക്ക് വരുമ്പോൾ നമ്മുടെ മാവ് നല്ല പരുവത്തിന് പൊങ്ങി നിൽക്കണ്ടേ. അങ്ങനെ അത് മാറ്റി വെച്ചപ്പോൾ സമയം നമ്മുടെ മുട്ടക്കറിയും ശരിയായി. അങ്ങനെ മുട്ടക്കറി എടുത്തുകൊണ്ടുവന്ന് പാത്രത്തിൽ ഒഴിച്ച് വെച്ച് നമ്മളുടെ മരിച്ചിനി തോരൻ റെഡിയായി. മുട്ട അവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനി നമുക്ക് നാളെ രാവിലെ ഇഡ്ഡലിക്ക് സാമ്പാറാണ് വെക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പച്ചക്കറികൾക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ മുതൽ ഇന്ന് നിൽക്കുക തന്നെ. അപ്പോൾ ഇന്ന് ബുധനാഴ്ച ദിവസം ജോലി ഇച്ചിരി കൂടുതലാണ് കേട്ടോ കൂട്ടുകാരെ. കാരണം മുട്ടയൊക്കെ ഉള്ളതല്ലേ. അതിന് നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഞാൻ അതും മാറ്റിയിട്ട് നമ്മളുടെ പച്ചക്കറി കൊണ്ടുവന്ന് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ കുട്ടികളെല്ലാം ചോറെല്ലാം കഴിച്ച് പാത്രങ്ങളൊക്കെ അവിടെ 2 പാത്രം കാണുന്ന സ്ഥലമുണ്ട് കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് ഒരു സൈഡ്, വലിയ കുട്ടികൾക്ക് ഒരു സൈഡ്. പിന്നെ ഞാൻ വന്ന് പാത്രങ്ങളൊക്കെ ഒരു വലിയ നമ്മൾ ഇപ്പുറത്തെ സൈഡ് കൊണ്ടാക്കിയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടാണ് പോകാൻ വേണ്ടി. ഇപ്പം മണി 1:30 മണി ആയിട്ടുണ്ട്. പിന്നെ അതിന് കുറേ വേസ്റ്റൊക്കെ ഞാനും അവിടെ കിടന്നതൊക്കെ കൈകൊണ്ട് ഒതുക്കിയെടുത്ത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ടീച്ചർ അതിലേക്ക് കൂടെ പോയി ടീച്ചർ പറഞ്ഞു ഞങ്ങളുടെ അവിടെയൊക്കെ ഇന്നലെ തുടങ്ങിയ മഴയാണ്, ഒരു കുറവുമില്ല, നല്ല മഴയുണ്ടെന്ന് പറയണം. അപ്പോൾ അതാണ് ടീച്ചർ നമ്മളുടെ ഇവിടെ മഴയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് പാത്രമെല്ലാം കഴുകി ഒതുക്കി അകത്തുകൊണ്ടൊന്ന് വെച്ച്. കാരണം ഇത് എളുപ്പമാണ്. ഇപ്പോൾ നാളെ വന്ന് നമുക്ക് കുട്ടികൾക്കുള്ളതിന് കൊടുത്താൽ മതിയല്ലേ. അതിന് ശേഷം ഞാൻ നമ്മുടെ അടത്തുണിയൊക്കെ കഴുകി അവിടെ വിരിച്ചിട്ട് അടുക്കളയൊക്കെ പൂട്ടി ഞാനും ആദ്യം കൂടെ ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ വേണ്ടി. പോണ സമയത്ത് ഞങ്ങൾക്കൊരു കൊതി തോന്നി പലഹാരം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ പലഹാരം ഉണ്ടാക്കുന്ന ചേച്ചിയുടെ കടയുണ്ട്. ഫേമസ് കടയാണ് കേട്ടോ നമ്മുടെ വലിയ തുറയിലുള്ള ചേച്ചി. ഇവിടെ അടിപൊളിയായിട്ട് വാഴയ്ക്കപ്പവും ഉള്ളിവടയും മോദകവും പഴക്കേക്കും ഒക്കെ ഉണ്ടാക്കും. അടിപൊളി ടേസ്റ്റാണ്. അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വരാൻ പോയപ്പോൾ ഉണ്ടല്ലേ മഴ തൂറ്റാൻ തുടങ്ങി വീണ്ടും. അങ്ങനെ അവിടെ നേരെ ഞങ്ങൾ നടന്ന് വീട്ടിലേക്ക് വന്ന് നമ്മുടെ വീടിൻ്റെ അവിടെ ഇപ്പോഴും വെള്ളം തന്നെ കേട്ടോ. വെള്ളം ഇതുവരെയും പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ വന്ന് വീട്ടിൽ വന്നപ്പോൾ ചേട്ടൻ ഉണ്ട് വീട്ടിൽ, ഒരിടം പോയിട്ടില്ല കേട്ടോ. നല്ല ഉറക്കം. നമ്മുടെ ചെമ്പരത്തി പൂവൊക്കെ വന്ന് ഞാനൊന്ന് നോക്കി, എല്ലാ പൂവും വിരിഞ്ഞ് നിൽക്കണം. എന്നിട്ട് ഞാൻ വന്ന് വീട്ടിൽ ഡ്രസ്സൊക്കെ മാറിയിട്ട് നോക്കിയപ്പോൾ രാവിലത്തെ ദോശയും ചമ്മന്തിയാണ് കേട്ടോ. രാവിലെ ഇവർക്ക് ദോശയും ചമ്മന്തി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അവരതൊക്കെ കഴിച്ചിരിക്കണം. ഇനി ഒരു ദോശ മാത്രമേ മിച്ചമുള്ളൂ, കുറച്ച് ചമ്മന്തി. അപ്പോൾ വാവച്ചൻ ചേട്ടന് ചായ വേണമെന്ന് പറഞ്ഞു. 2 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചായയൊക്കെ ഇട്ട് അരിച്ച് കൊണ്ടുവന്ന് കൊടുത്തു. കാരണം മഴയല്ലേ, തണുപ്പും ഉണ്ട് നല്ല. അങ്ങനെ ഞാൻ ചായയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അടിച്ച് പതപ്പിച്ചൊക്കെ എടുത്തിട്ട് നല്ല ചൂട് ചായ കൊണ്ടുവന്ന് കൊടുത്ത് അവർക്ക് കുടിക്കാൻ. അതിനുശേഷം ഞാനും ചായ എടുത്തുകൊണ്ട് പോയി
മോദകം വാങ്ങിച്ച അവിടുത്തെ കടയിൽ നിന്ന് കേട്ടോ. അങ്ങനെ 3 മോദകം വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്ത് അവർ ഓരോ മോദകം ചായയും കുടിച്ച്. എന്നിട്ട് ഞാനും ചായയും മോദകമൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ എന്തിനാണ് ലൈക്ക് തരാൻ വേണ്ടി വിഷമിക്കണത്? ഒന്ന് ലൈക്ക് തരണം കേട്ടോ, ഒരു കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്